ചെല്ല്. ചെല്ല് പ്രണവേ. ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിക്കണ്ട. നമ്മുടെ ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്ന് ആലോചിക്ക്. പുതിയ ഐഡിയകളൊക്കെ ആലോചിക്ക്. അപ്പോഴേ ഈ വിഷമമൊക്കെ മാറും. ചെല്ല് മോനെ, ഞാൻ കോഫി ഉണ്ടാക്കി കൊണ്ടുവരാം. ഈശ്വര, ഇപ്പോഴാ എനിക്കൊരു സമാധാനായത്. മോളെ, ഞാൻ അവനൊരു കോഫി ഉണ്ടാക്കി കൊടുക്കട്ടെ. അമ്മേ, ഇനി അതിനൊന്നും നിന്ന് സമയം കളയണ്ട. തൽക്കാലം കോഫി ഉണ്ടാക്കാൻ എനിക്കറിയാലോ. ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം. എനിക്ക് അവനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനും ഉണ്ട്. നിങ്ങൾ പോയി ജോത്സ്യരെ കണ്ടിട്ട് പോവാ. എങ്കി വാ മോളെ, നമുക്ക് പോയിട്ട് വരാം. ഇനി അവന്റെ ജീവിതത്തിൽ ഒരു പുതിയ പ്രതീക്ഷ ഉണ്ടാവണം. അതിന് അവന്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് തന്നെ വരണം. ജോത്സ്യരോട് എത്രയും അടുത്തുള്ളൊരു സമയം ഉണ്ടോ എന്ന് ചോദിക്കണം. വിവാഹത്തിന്റെ കാര്യമൊക്കെ പിന്നീട് ആലോചിച്ചാ പോരെ ഗൗതം? നോക്കുന്നിതി, ഇങ്ങനെ രണ്ട് മനസ്സുമായിട്ട് നീ അമ്മയുടെ കൂടെ പോണ്ട. അമ്മ തനിച്ചു പോയിക്കോളൂ. പൂർണ്ണ മനസ്സോടെ പ്രണവിനൊരു പുതിയ ജീവിതം ഉണ്ടാവണമെന്ന ആഗ്രഹത്തോടു കൂടിയാണെങ്കിൽ മാത്രം നീ പോയാ മതി. വാ അമ്മേ, നമുക്ക് പോയിട്ട് വരാം. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ മോനെ. വാ മോളെ. എന്തിനാ നീ വിളിച്ചത്? ഒന്ന് വരാൻ പറഞ്ഞിട്ട് മണിക്കൂർ ഒന്നായി. ഇത്ര നേരം എവിടെ പോയി കിടക്കായിരുന്നു? ഇടി മുന്നിൽ കൂടി ഇറങ്ങി വരാന്ന് വെച്ചാ നിന്റെ അച്ഛൻ ഇവിടെ സ്കൂട്ടർ കഴുകിക്കൊണ്ടിരിക്കുക. അടുക്കളയിൽ കൂടി ഇറങ്ങി വരാന്ന് വെച്ചാ നിന്റെ അമ്മായി 24 മണിക്കൂറും അതിനകത്ത് തന്നെയാ. എല്ലാവരുടെയും ഒന്ന് കണ്ണ് വെട്ടിച്ച് വേണ്ടേ ഇങ്ങോട്ട് വരാൻ? എന്നെ ഒന്ന് കാണാൻ വരണമെങ്കിൽ പോലെ അമ്മ അവരെയൊക്കെ പേടിക്കണോ അല്ലേ? എത്ര കാലം എന്ന് വെച്ചിട്ട് എന്നെ ഇങ്ങനെ ഈ മുറിയിൽ പൂട്ടിയിടാൻ പോണേ? ഇതിനകത്ത് കിടന്നിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുക. ഞാൻ ഇതിനകത്ത് കിടന്നു കരുതി ഒരു പ്രശ്നത്തിന് പരിഹാരം ആവാൻ പോണില്ല. ഡി, ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? പയറ്റാവുന്ന എല്ലാ തന്ത്രവും പയറ്റി നോക്കിയില്ലേ ഞാൻ. നിന്റെ അച്ഛന്റെ മുന്നിൽ ഒരടവും ഏൽക്കാൻ പോകുന്നില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ഇതിനകത്ത് കിടന്ന പ്രണവിന്റെ വഴിക്ക് അങ്ങ് പോവും. എന്നെ ഇറക്കി വിട്ടാൽ മാത്രമേ പിന്നെ ഈശ്വരമംഗലത്ത് കയറാനുള്ള എന്തെങ്കിലും വഴി ഉണ്ടാക്കാൻ പറ്റൂ. നിന്നെ തുറന്നു വിടണമെന്ന് എനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ? എടി, ചാവി കിട്ടിയാലല്ലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ഞാൻ ചത്താൽ ഇതിനകത്ത് എന്നെ പൂട്ടിയിടോ? ഇല്ലല്ലോ. അപ്പോഴെങ്കിലും കഥ തുറന്ന് എന്റെ ബോഡി പുറത്തേക്ക് എടുക്കൂലേ? എന്തൊക്കെയാടി നീ പറയുന്നേ? ഇനി ആത്മഹത്യ ഭീഷണിയൊന്നും ഏൽക്കൊന്നും തോന്നുന്നില്ല. ഇത് വെറും ഭീഷണിയൊന്നും അല്ലമ്മേ. ചെയ്യൂന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യും.